എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ഉണ്ടാ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. വരുന്ന ട്രെയിൻ നമ്മുടെ ആലപ്പുഴ MJ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആട്ടാ. അപ്പോൾ ആ വണ്ടി ഇന്ന് എന്തായാലും ഫുള്ളാവും. ജനറൽ കോച്ചൊക്കെ എന്തായാലും ഫുള്ളാവും. കാരണം ഇവിടുന്ന് വേറെ വണ്ടിയൊന്നുമില്ല ഈ ടൈമിൽ പാലക്കാട് പോകാൻ. പിന്നുള്ളത് എറണാകുളം ടൗണിൽ നിന്ന് കയറേണ്ടി വരും. അപ്പോൾ ഈ ട്രെയിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ കോച്ചുകളുടെ പഴക്കം 2005-ലും 2006-ലൊക്കെ ബിൽഡ് ചെയ്ത കോച്ചുകളാണ് ഈ വണ്ടിക്കുള്ളത്. എന്തുകൊണ്ടാണ് റെയിൽവേ ഇതിന് LHB കോച്ച് കൊടുക്കാത്തതെന്ന് അറിയില്ല. അതുമാത്രമല്ല, ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റായിട്ട് ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു റേക്ക് ശരി റെഡി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഇതിന് LHB കോച്ച് കിട്ടാൻ വൈകുന്നതെന്ന് തോന്നണം. എന്തായാലും ഇതാണ് എത്രയും പെട്ടെന്ന് ഈ ICF ഒക്കെ മാറ്റി ഇതിനെന്തായാലും LHB കൊടുക്കണം. കാരണം ഇതിൻ്റെ പഴക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് AC കോച്ചൊക്കെ 2005 ബിൽഡ് ചെയ്ത കോച്ചൊക്കെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് റെയിൽവേ ഇതൊന്ന് മാറ്റിയ ഉപകാരമായിരിക്കും. ഈ എറണാകുളം ജംഗ്ഷനിൽ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലാട്ടാ. ഇതിങ്ങനെ താന്ന് കിടക്കണുണ്ട്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ കയറും? പിടിച്ച് കയറണ്ട. ഒരാളും കൂടി സഹായം ഉണ്ടായാലേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് ഒന്ന് ഇത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് സുഖമാണ് ട്രെയിനിൽ കയറാനൊക്കെ. പ്രായമുള്ളവർക്കും എളുപ്പമാണ്. അപ്പോൾ എന്ന് ശരിയാവുമെന്നറിയില്ല, എൻ്റെ അഭിപ്രായം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കോച്ചുകളൊക്കെ ഏത് വർഷത്തിലാണ് ബിൽഡ് ചെയ്തതെന്ന് ഇങ്ങനെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കയറുന്നതിന് മുമ്പേ കുറേ നമ്പർ കണ്ടിട്ടുണ്ടാവും. അതിലെ ഫസ്റ്റ് 2 അക്കമാണ്, 2 നമ്പേഴ്സാണ്. ഇത് ഏത് വർഷം ബിൽഡ് ചെയ്തതെന്ന് കാണിക്കണം. കണ്ട, ബിൽഡ് ഇൻ 2014. കണ്ട, ആദ്യത്തെ 2 നമ്പേഴ്സ് ഉണ്ട് 14. അപ്പോൾ ഇത് 2014 ബിൽഡ് ചെയ്ത കോച്ചാണ്. ഇതുപോലെ എല്ലാ കോച്ചിനും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഇത് ഏത് വർഷമാണ് ബിൽഡ് ചെയ്തതെന്നും പിന്നെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ ICFന് 110-ഉം പിന്നെ LHBക്ക് 130-ഉമാണ് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ LHB ആയ വളരെ ഉപകാരമായിരിക്കും എല്ലാ വണ്ടികളും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഈ എറണാകുളം കായംകുളം പാസഞ്ചറിൻ്റെ ജനറൽ കോച്ചാട്ടോ ഇത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ആളൊന്നുമില്ല. ഇപ്പോൾ ഒരു 5 മണി ടൈമല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടി കൃത്യം 6:15 ഇത് എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് ഇത് കായംകുളം ഭാഗത്തോട്ട് പോകും. അപ്പോൾ അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്ന് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറായിട്ട് വന്ന റേക്ക് വെച്ചിട്ടാണ് ഇവർ ഈ എറണാകുളം കായംകുളം പാസഞ്ചറായിട്ട് ഇവർ ഇത് ഓടിക്കുന്നത്. അപ്പോൾ ഇതിന് കുറേ റേക്ക് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ റേക്ക് ഷെയറിംഗ് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്കതൊരു ബോറടിയായി തീരും. ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ നമ്മുടെ AC ചെയർ കാർ കേട്ടോ. ഇതിൻ്റെ എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ AC ചെയർ കാർ ഉണ്ടാ. ഇതിന് നേരത്തെ ഒരു AC ചെയർ കാർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ 2 AC ചെയർ കാറാക്കി. ജനറൽ കോച്ച് എന്തോ കുറച്ചിട്ടുണ്ട്. നേരത്തെ എത്രയോ 6-7 അത്രയോ ജനറൽ കോച്ച് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പാൻട്രി കാറും പിന്നെ AC ചെയർ കാറും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറൽ കോച്ച് അതിനനുസരിച്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റിന് വന്ന മാറ്റങ്ങൾ. ഇതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? സീറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇതുപോലെ പിന്നെ കുറേ വണ്ടി ഇതുപോലെ LHB ആവാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എറണാകുളം ബംഗളൂരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ജനറൽ കോച്ച്. ഇതിനാകെ ഇപ്പോൾ 4 ജനറൽ കോച്ചാണുള്ളത്. അപ്പോൾ ഞാനന്ന് എറണാകുളം പാലക്കാട് വരെ പോയപ്പോൾ ഞാനതിൻ്റെ ജനറൽ കോച്ചൊന്നും കാണിച്ചില്ല. കാരണം ഒന്നാമത്തെ ഞാൻ ലേറ്റായിപ്പോയി, രണ്ടാമത്തെ കാര്യം ജനറൽ കോച്ചൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പണിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ജനറൽ കോച്ചും AC ചെയർ കാറൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്.
നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളം ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ജനറൽ കോച്ച്. ഇത് നല്ല പരിപാടിയായിപ്പോയി. ഈ AC ചെയർ കാർ മാത്രം 2024 ബിൽഡ് ചെയ്ത കോച്ച്. ബാക്കി എല്ലാ കോച്ചും ചെയർ കാറും ജനറൽ കോച്ചൊക്കെ 2025. പക്ഷെ എന്ത് പണിയാണ്, എല്ലാം 2025 ഇങ്ങനൊരു ചേർച്ച ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് 2024. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നേരത്തെ കാണിച്ചില്ല. കണ്ടാൽ 2025 ബിൽഡ് ചെയ്ത കോച്ച് പോലെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ചെയർ കാറാട്ടോ ഇത്. ഒരുമാതിരി മെമ്മു സീറ്റ് പോലെയുണ്ട്. ഒരു എന്ത് പരിപാടിയല്ല റെയിൽവേ കാണിച്ചാൽ. ഇത് ആരും ഇങ്ങനെ ഡിസൈൻ ചെയ്തു? ഒരുമാതിരി ഇരിക്കാനൊരു സുഖമില്ല. ഈ ബാംഗ്ലൂർ വരെ പോകുന്നവരൊക്കെ എങ്ങനെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ്. ഭാഗ്യത്തിന് ഈ വണ്ടി രാവിലെ വിട്ടാൽ വൈകിട്ട് എത്തുമല്ല, അതൊരു രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഭാഗ്യം. ഇതിൽ യാത്ര ചെയ്യുന്നവരുടെ ഒരവസ്ഥ ഇരുന്നിരുന്ന് മടുക്കൂലേ. ഇത് ചാരിക്കിടക്കുന്ന ഒരു ടൈപ്പ് സീറ്റാണെങ്കിൽ ചാരിക്കിടന്ന് സുഖമായിട്ട് പോകാമായിരുന്നു. ഇതൊരുമാതിരി മെമ്മുവിൻ്റെ സീറ്റ് പോലെ സീറ്റ്. ഇതാരതൊക്കെ ഡിസൈൻ ചെയ്യണം? ശരിയല്ല റെയിൽവേ, ശരിയല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ എറണാകുളം അസർ നിസാമുദ്ദീൻ മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ച ദിവസം മാത്രം ഓടുന്നൊരു വീക്കിലി വണ്ടിയാട്ടത്. അപ്പോൾ ഇതിന്ന് 7:10 ഇത് പാലക്കാട് വഴിയായിട്ട് ഇത് പോകുന്നത്. ഇത് കൊങ്കം വഴിയല്ല, പാലക്കാട് വഴി. അപ്പോൾ എനിക്ക് ഈ ടൈപ്പ് കോച്ചൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ കോച്ച് 2019 ബിൽഡ് ചെയ്ത കോച്ചാട്ടാ. അതിൽ ഫസ്റ്റത്തെ 2 നമ്പർ ഏത് വർഷമാണ് ഈ കോച്ച് ബിൽഡ് ചെയ്തതെന്ന് കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ജനറൽ കോച്ചാട്ടത്. ഇത് പാലക്കാട് വഴി പോകുന്നതുകൊണ്ട് എന്തായാലും പാലക്കാട് വരെ തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വേറെ വണ്ടി പിന്നെ ഈ ടൈമിലൊന്നും ഉണ്ടാവില്ല. ഈ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെയുള്ള വണ്ടിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇതിൻ്റെ ബാത്റൂമൊക്കെ നോക്കാം. ബാത്റൂമൊക്കെ ഇവർ വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി യാത്ര പുറപ്പെടുമ്പോൾ അറിയാം ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒക്കെ കാര്യം. ഇത് ന്യൂഡൽഹിയിലോട്ട് പോകുന്ന വണ്ടിയല്ലേ, പറയണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സെക്കൻഡ് AC ആട്ടാ. മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ സെക്കൻഡ് AC. അപ്പോൾ അതെങ്ങനെ സെക്കൻഡ് AC എന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് അറിയാനുള്ള മാർഗം എന്ന് പറയുന്നതിൻ്റെ കർട്ടൻ കണ്ട. സെക്കൻഡ് ACക്ക് ഇങ്ങനെ ഒരു കർട്ടൻ ഉണ്ടാവും സൈഡിൽ, ഓറും അപ്പറിലും അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തേർഡ് ACക്ക് അങ്ങനെ കർട്ടനൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് AC. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാനിതിൻ്റെ ചാർട്ടൊന്നും നോക്കില്ല. ഇതിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ ഇതാണ് വ്യൂ. കേട്ടോ, ഇത് ഞാൻ നേരത്തെ കാണിച്ച എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ്. ഇതാണ് സെക്കൻഡ് AC. നമുക്കിനി തേർഡ് ACയും കൂടിയൊക്കെ നോക്കാം. നമുക്ക് ടൈമുണ്ട്, കുറച്ചും കൂടി ടൈമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടെ സെക്കൻഡ് AC. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ പുറത്ത് ഇങ്ങനെയാണ് ഓവർവ്യൂ. ഇതിൻ്റെ കോച്ചൊക്കെ ഭംഗിയാണല്ലേ. ഇതിനി നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അറിയാം, ഡൽഹി ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോൾ അറിയാം ഇതിൻ്റെ വൃത്തിയായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. കാരണം പിന്നെ ഇതിൻ്റെ ബാത്റൂമൊക്കെ പറയണ്ട. ആ ടൈമൊക്കെ എത്തുമ്പോൾ നോർത്ത് ആ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ബാത്റൂമിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ 2 സെക്കൻഡ് AC ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരെണ്ണം 2021, ഒരെണ്ണം 2018 ബിൽഡ് ചെയ്ത കോച്ചാട്ടോ. അതിൻ്റെ 2 നമ്പർ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതാണ് ഈ കോച്ചിൻ്റെ എപ്പോഴാണ് ബിൽഡ് ചെയ്തെന്നുള്ളത് കാണിക്കുന്നത്. പിന്നെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടാ തേർഡ് AC. അപ്പോൾ ഇതിന് കർട്ടൻസ് ഒന്നുമില്ല കണ്ട. ഇത് ഇവിടെ മാത്രമേ ഈ കർട്ടൻ, വിൻഡോയുടെ അവിടെ മാത്രമേ കർട്ടൻസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ട ബെഡും പിന്നെ തലോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തേർഡ് AC സെക്കൻഡ് ACയിലൊക്കെ തലോണ അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ട്. സ്ലീപ്പറിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ തേർഡ് AC. ആൾക്കാർ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് പേര്. ഇവർ ഒരു 6:30 റേഞ്ചിലൊക്കെ കയറുള്ളൂ. കാരണം ഇപ്പോൾ AC ഒന്നും ഓണാക്കിയിട്ടില്ല. ഇവരിപ്പോൾ AC ഒന്നും ഓണാക്കുന്നില്ല. എല്ലാ കോച്ചും ഇവർ തുറന്നിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ എല്ലാം തുറന്ന്
പതിയെ ഒരു എ സി ഒക്കെ ഓണാക്കുള്ളൂ. സമയമുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ കോച്ചാട്ടോ ഇത്. സ്ലീപ്പർ കോച്ച്. അപ്പോൾ ഇതെന്തായാലും ഫുള്ളായിട്ട് ഓടുമായിരിക്കും. സ്ലീപ്പർ കോച്ചൊക്കെ ഫുള്ളായിരിക്കും. കാരണം ഇതിന് സ്ലീപ്പർ കോച്ചുകൾ കുറവാണ്. എ സിയാണ് ഇതിന് കൂടുതലെന്ന് തോന്നണ്. അപ്പോൾ പുറത്തോട്ട് നോക്കി ഇങ്ങനെയാണ് കാഴ്ചകൾ. അപ്പോൾ ഇത് ഈ ഓരോ സ്ലീപ്പർ കോച്ചുകളില്ലേ, പല വർഷങ്ങളിൽ ബിൽഡ് ചെയ്ത കോച്ചുകളാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 2018 ബിൽഡ് ചെയ്ത കോച്ചാണ്. പിന്നെ ഞാൻ നേരത്തെ എ സി ഉണ്ടല്ലോ, എ സി 2 ടയറൊക്കെ 2021, 2018 ഇങ്ങനെ പല പല വർഷങ്ങളിൽ ബിൽഡ് ചെയ്ത കോച്ചുകളാട്ടോ ഇത്. ഇതാണ് മില്ലേനിയം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാൻ പോകട്ടെ. കാരണം ഇനിയിപ്പോൾ ടൈമും കഴിയാറായി. കാരണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുമ്പോൾ മിനിമം 2 മണിക്കൂർ നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എടുക്കണം. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഞാൻ നേരത്തെ ഈ എറണാകുളം ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിൽ യാത്ര ചെയ്തപ്പോൾ അതിൻ്റെ ഈ കോച്ചൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടി പുറപ്പെടാൻ പോകട്ടെ, നമ്മുടെ എറണാകുളം ഷൊർണൂർ മെമു. അപ്പോൾ ആ വണ്ടി നിലമ്പൂരിലോട്ട് നീട്ടുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.